14 വർഷത്തെ കഷ്ടപ്പാടാണ് ശരിക്കും. 14 വർഷത്തെ കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ 2012 ഞാൻ ജോലിക്ക് കയറുകയാണ്. അപ്പോൾ ആ ടൈമിൽ ജോലിക്ക് കയറുമ്പോൾ എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാലറിയിൽ നിന്നും ചെറിയ 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 എമൗണ്ടുകൾ ഉമ്മ ചിട്ടിക്ക് ഇടുന്നു. ഉമ്മയുടെ കയ്യിൽ ഞാൻ കൊടുക്കുമായിരുന്നു. ഉമ്മ അത് ഭയങ്കര സേഫായിട്ട് തന്നെ ചിട്ടിയിൽ അങ്ങനെ പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് പിന്നെ ഒരു സമയമായപ്പോൾ കല്യാണം വന്നപ്പോൾ കടമില്ലാതെ കല്യാണം നടത്താൻ പറ്റി. അത് ഉമ്മയുടെ ഐഡിയ ആണ് എല്ലാം. പ്ലാൻ, എൻ്റെ ജീവിതത്തിലെ പല പ്ലാനുകളും പോകുന്ന ഉമ്മ വലിയ ഒരു സംഭവമാണ്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലക്ഷ്യം എന്താണ്? ഒരു വീട്, സ്വന്തമായിട്ടൊരു വീട് വേണം എന്ന് പറയുന്നൊരാഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിലും ഒരു ആഗ്രഹം തന്നെയാണ്. ശരിക്കും അത് പറയുമ്പോൾ ഭയങ്കര അത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പെടയിലുണ്ട്. കാരണം ഇപ്പം അതിൻ്റെ മുന്നേ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ശരിക്കും. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട്, എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് അതെടുത്ത് പറയണം. എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ സഹോദരി, ശരിക്കും അതൊരു വലിയ സപ്പോർട്ടാണ്. പിന്നെ വാഹിദാണ് എൻ്റെ മൂത്താപ്പടമ. പാലുകാച്ച് കർമ്മം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗ്യാസ് വർക്കായി. ഇന്നലെ അത്ര പാടില്ലായിരുന്നു. ഇപ്പം ആക്ച്വലി ഞാനും വൈഫും തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിന് കാരണം എൻ്റെ മോളാണ്. കാരണം കിടന്നുറങ്ങുകയാണ്. അവൾ ഇതൊന്നും അറിയുന്നില്ല. പാല് കാച്ചിയത് അറിയുന്നില്ല, വീട്ടിൽ വന്ന് കയറുന്നത് അറിയുന്നില്ല. രാവിലെ ഞാൻ 4 മണിക്ക് എണീപ്പിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടേ മൈലാഞ്ചി കാണിച്ചു തരാണ്. അവൾ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് കാണിച്ചൊക്കെ തരായിരുന്നു. എന്നിട്ട് കഴുകിയിട്ട് വീണ്ടും കിടന്നുറങ്ങി. അപ്പോൾ ആ ഉറങ്ങുകയാണ്. പാവം ക്ഷീണമുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി കർമ്മങ്ങൾ മൊത്തം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നുമേ അറിയിച്ചിട്ടില്ല. വിഷമല്ല, സന്തോഷം. അറിയിക്കാതെ അറിയിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീലില്ലേ, അത് എപ്പോഴും ഭാനുവിന് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും. പിന്നെന്തെങ്കിലും നമ്മൾ തമ്മിൽ ചെറിയ ഡിസ്റ്റൻസ്, അടിയല്ല, സംസാരിക്കാവുന്ന സമയം അങ്ങനെ എപ്പോഴും വിളിക്കും, സംസാരിക്കുന്നാലും എല്ലാം അതിനിപ്പോൾ എന്താ പറയണേ, എല്ലാം ഷെയർ ചെയ്യെങ്കിലും ഉള്ളിനുള്ളിലൊരു ഡിസ്റ്റൻസ് വരും. അപ്പം ആദ്യമൊക്കെ എനിക്ക് വിഷമമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ വരുമ്പോൾ പുള്ളി എന്തെങ്കിലും പ്ലാൻ ചെയ്യണതാണ്. അതായത് പുള്ളി പ്ലാൻ ചെയ്യണതിന്റെ പിന്നിലായതുകൊണ്ട് എൻ്റെ അടുത്ത് അത് അത് പറയുന്നത് കറക്റ്റാണ്. കാരണം ഒരു ദിവസം ചിലപ്പോൾ അറിയില്ല, ഒരു 18-20 തവണയെങ്കിലും വീഡിയോ കോൾ ചെയ്യും. ചില സമയങ്ങളിൽ ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 ആവാം, 1 ആവാം, അങ്ങനെയാണ്. എക്സാമ്പിൾ അതാണ്, 1 ആവാം, 2 ആവാം. ചില സമയം വിളിച്ച് അറ്റൻഡ് ചെയ്യില്ല. ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ആദ്യമൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വേറെ ഏതോ റിലേഷൻ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ വിചാരിച്ചു. 10-12 തവണ വിളിച്ചോണ്ടിരിക്കും, 2-3 തവണ ആവുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തു ആ 8-9 കോളെന്നായിരിക്കും പുള്ളിക്കാർ വിചാരിക്കും. അങ്ങനെ ഇൻഷാ അല്ലാഹ് അപ്പം അതെല്ലാ കാര്യങ്ങളും നടന്നു. ഇനി നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നിറവേറട്ടെ അല്ലേ.
ലവ് യു ബാനു. ഇനി എന്നാ നമുക്കൊരു ഡിസ്റ്റൻസ് വേണ്ട. ഇതിനെല്ലാം ഒരു നെടുന്തൂണായിട്ട് എൻ്റെ കൂടെ നിന്ന് ഓടി നടന്ന ആളാണ് ഇരിക്കുന്നത്. ഒരു റീലിട്ടപ്പോൾ തന്നെ പല രാജ്യങ്ങളിലും പലരും എനിക്ക് മെസ്സേജ് അയച്ച്, ഡേ വാഹിദായിരുന്നു നിന്റെ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ആ മൂത്താപ്പയുടെ മോൻ എന്ന് പറയുന്നത് ആരാ? മൂത്താപ്പയുടെ മോൻ നിങ്ങളാവോ? പിന്നെ പള്ളിയിലെ കണക്ഷൻ, അങ്ങനെ ഒരു സാധനം. അണ്ണാ അങ്ങനെ ഫൈനലി അണ്ണൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഒരു ഗൃഹനാഥനാണ് ശരിക്കും എല്ലാ കാര്യങ്ങളും. വാപ്പ അടുത്ത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് വായുതണ്ണൻ. ഫൈനലി അങ്ങനെ അണ്ണ ഒരു വീട് നമ്മൾ പാലുകാച്ച് കയറിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.